അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് രാവിലെ തന്നെ കണ്ട ഒരു വാർത്തയാണ്. സമസ്തയുടെ തഹിയ ഫണ്ടിൽ പണം അയച്ചതിൻ്റെ പേരിൽ, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ടതിൻ്റെ പേരിൽ ഒരു വാഫി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിന്ന് ഒരു വാഫിയെ പുറത്താക്കിയിരിക്കുന്നു. പുറത്താക്കിയ ആൾ അതിൻ്റെ അഡ്മിൻ CM കുട്ടി സക്കാഫിയാണ്. ഇയാൾ ആ അതായത് കാബനൂർ മജ്മ വാഫി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പിൽ നിന്നാണ് പുറത്താക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ആൾ ഈ ഒരു സ്ക്രീൻഷോട്ട് സമസ്തയുടെ തഹിയ ഫണ്ടിലേക്ക് ഞാനും പണം അടച്ചു, ഞാനും പങ്കാളിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടതിൻ്റെ പേരിലാണ് ഇയാളെ റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇയാൾക്ക് വിളിച്ചു, ഈ വാഫിക്ക് വിളിച്ചു. അതായത് സുഹൈർ വാഫി എന്ന് പറയുന്ന ആൾക്ക് ഞാൻ വിളിച്ചു രാവിലെ. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണമല്ലോ. ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ പല കാരണങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒരു സ്ക്രീൻഷോട്ടാണ് മേലെ കാണുന്നത്, ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ ഒരു സ്ക്രീൻഷോട്ടും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു ടെക്സ്റ്റും ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ സത്യാവസ്ഥ എന്താ അന്വേഷിക്കണം. കാരണം അതിൽ പ്രകോപനപരമായിട്ട് വല്ല സംസാരം നടത്തുകയോ അല്ലെങ്കിൽ അതിൽ വേറെന്തെങ്കിലും തരത്തിൽ ഗ്രൂപ്പിനോട് യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ ഈ വാഫിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അയാൾക്ക് ഡയറക്റ്റ് വിളിച്ചപ്പോൾ അയാൾ വളരെ ദയനീയമായി പറയാണ്, ഞാൻ SKSFൻ്റെ സെക്രട്ടറിയാണ്. ഈ വാഫിയാണ് പറയുന്നത് കേട്ടോ. എങ്ങനത്തെ നല്ല നല്ല വാഫികളും സമസ്തയോട് കൂറുള്ള നല്ല വാഫികളും ഉറച്ച സമസ്തക്കാരായ വാഫികളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വാഫി പറയുകയാണ്, ഞാൻ SKSFൻ്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെയും മറ്റൊക്കെ ഫണ്ട് പിരിച്ചത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫണ്ട് ഇട്ടു. അങ്ങനെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഇട്ടു, അതിൽ മജ്മഅൻ്റെ ഗ്രൂപ്പിലും ഇട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നത് കണ്ടു. അതിന് കാരണം പലരും ചോദിച്ചു, എന്നെ റിമൂവ് ചെയ്തതിന് ശേഷവും ചോദിച്ചു. പക്ഷേ കാരണം ആരും ഇയാൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഈ വാഫി പറയുന്നത്. ഞാനും പങ്കാളിയായി എന്ന് പറഞ്ഞ ഈ സമസ്തൻ്റെ തഹിയൻ്റെ ഫണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതിൻ്റെ അതിൻ്റെ പേരിലാണ് എന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. നോക്കൂ സുഹൃത്തുക്കളെ, ഇവരുടെ ഒരു അസഹിഷ്ണുത എത്രത്തോളം ഉണ്ട് സമസ്തയോട്, സമസ്തയുടെ പ്രവർത്തനങ്ങളോട്, സമസ്തയുടെ ഫണ്ടിനോട് ഒക്കെ ഇവർ പുറം തിരിഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ സുഹാബികൾ എന്നല്ല വിളിക്കേണ്ടത്, ശരിക്ക് അതിനപ്പുറത്ത് വേറെന്തോ ആണ് വിളിക്കേണ്ടത്. സമസ്തയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും എന്നിട്ട് സമസ്തക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന കാര്യം ചെയ്യുമ്പോൾ അതിന് തുരങ്കം വെക്കുകയും അങ്ങനത്തെ ആളുകളെ പുറത്താക്കുകയും ചെയ്യാം. നോക്കൂ നിങ്ങൾ, എന്തിനാണ് പുറത്താക്കിയത്? ഇനി സമസ്തൻ്റെ ഒരു ഫണ്ടെന്ന് മാത്രമല്ല, ഏത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഫണ്ട് കൊടുത്തതിൻ്റെ പേരിൽ, നന്മ ചെയ്തതിൻ്റെ പേരിലാണ് ഇയാൾ പുറത്താക്കുന്നത്. നന്മ മുടക്കി. ഈ നന്മ മുടക്കികളെയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അസീം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? പിതാവില്ലാത്തവർ എന്നാണ്. ഇത്തരം ആളുകളെ ആ പേരിട്ടുകൊണ്ടാണ് വിളിക്കേണ്ടത്. എന്തായാലും നമ്മൾ ആ തരത്തിലൊന്നും വിളിക്കുന്നില്ല, മറിച്ച് ഇയാളെ പോലത്തെ ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇയാളൊക്കെ ഒരു സഖാഫിയാണ്. ഇയാൾ AP വിഭാഗത്തിൽ നിന്ന് ഒരു കാലത്ത് പുറത്താക്കപ്പെട്ടിട്ട് പിന്നെ നമ്മുടെ സംഘടനയിലേക്ക്, സമസ്തയിലേക്ക് വന്നതാണ്. അന്ന് സമസ്തയിൽ അഭയം നൽകുകയും സമസ്തയിൽ ഉന്നത സ്ഥാനം നൽകുകയും എല്ലാവിധ കാര്യങ്ങളും ജോലിയും എല്ലാമായി സമസ്തയുടെ തണലിൽ എല്ലാം കൈപ്പറ്റി എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു, അതൊക്കെ സ്വായത്തമാക്കി. എന്നിട്ട് സമസ്തക്കെതിരെ കൊഞ്ഞനം കുത്തുക, സമസ്തയുടെ പേരിൽ വളർന്ന് തടിച്ചു കൊഴുത്ത സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് സമസ്തക്കെതിരെ പ്രവർത്തിക്കുക. അതേപോലെ സമസ്തയുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ പോലെയുള്ള സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇയാൾ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഇനിയും തിരിച്ചറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. എന്നോട് കുറച്ച് മുമ്പ് ഒരു AP കാരൻ പറഞ്ഞിരുന്നു, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള കുറച്ച് സഖാഫിമാരുണ്ട്, ഇവരൊക്കെ ആദർശത്തിൻ്റെ പേരിൽ വന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട.
അവരൊക്കെ സാമ്പത്തിക നേട്ടത്തിനും മറ്റുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കണ്ടം ചാടിയ ആളുകളാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും നമ്മളത് വലിയൊരു വിഷയമാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരുടെയും ഈ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ അവർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. ഇത്തരം കണ്ണഞ്ചാടികൾ സമസ്തയിൽ വന്നിട്ട് ഇവിടെയും ഫിത്നക്ക് തിരികൊളുത്തുകയാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഫികളുടെ കൂട്ടത്തിൽ തന്നെയുള്ള സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്തയ്ക്ക് വേണ്ടി ഫണ്ട് നൽകുന്ന ആളുകളെ പുറത്താക്കുന്നതും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതുമൊക്കെ ഹക്കീം ഫൈസി അല്ല. ഹക്കീം ഫൈസി ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അദ്ദേഹത്തിൻ്റെ വികാരം നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് സമസ്തയുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭാഗമായി നിൽക്കുന്ന, അതിൻ്റെ നേതൃത്വത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള, അതായത് ആ ഭാഗത്ത് നിന്ന് ഒന്നെടുത്താൽ മൂന്ന് എന്നാണ് അവിടുത്തെ ആളുകൾ തന്നെ പറയാറ്. കാരണം ഒരാളെ കമ്മിറ്റിക്ക് എടുത്താൽ മൂന്നാളെ കമ്മിറ്റിക്ക് എടുക്കണമല്ലോ. അങ്ങനെ ഒരു കോക്കസാണ് അവിടെ പ്രവർത്തിക്കണമെന്നാണ്. സമസ്തയുടെ സ്ഥാനമാനങ്ങളിലൊക്കെ അള്ളിപ്പിടിച്ച് കയറി നിൽക്കുന്ന ആളുകളെ ഇനിയും അവിടുത്തെ പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തിപ്പോൾ പല സുഹാബികളും വണ്ടി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് ശക്തമായ വിയോജിപ്പുണ്ട് അത്തരം ആളുകളെ അടുപ്പിക്കുന്നതിനോട്. കാരണം ഇത്രയും കാലം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, ഈ ചങ്ങാതി ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നടന്ന് സമസ്തയ്ക്ക് എന്തെല്ലാം വിധത്തിൽ തുരങ്കം വെക്കാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ നോക്കി സ്റ്റേജിലും അതുപോലെ തന്നെ മറ്റ് മറക്കപ്പുറത്തുമൊക്കെ നിന്നുകൊണ്ട് സമസ്തയെ തകർക്കാനുള്ള ശ്രമം നടത്തി. ഒരു നിലക്കും അത് മുന്നോട്ട് പോകില്ല, പരാജയം മുന്നിൽ കണ്ടപ്പോൾ ഇവർ സമസ്തയിലേക്ക് വല്ല ഒന്ന് കയറിക്കൂടാനുള്ള തന്ത്രപ്പാടിലാണ്. കാരണം 100-ാം വാർഷികമൊക്കെ ഇവരില്ലാതെ നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകെ വഷളത്തരാണല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കയറാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ നേതാക്കന്മാരുടെ നിഷ്കളങ്കതയും പ്രവർത്തകരുടെ നിഷ്കളങ്കതയൊക്കെ മുതലെടുത്തുകൊണ്ട് ഇവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇനിയും ഈ സംവിധാനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകർ ഒരിക്കലും അത്തരം ആളുകളെ അനുവദിക്കരുത്. ഈ കാര്യങ്ങൾക്കൊക്കെ മാപ്പ് പറഞ്ഞ് അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുനിന്ന് ഒരുപാട് കാലം അവരെ ഈ സംവിധാനത്തിൽ തന്നെ മാറ്റി നിർത്തി സാധാരണ ഒരു പ്രവർത്തകനെ പോലെ പ്രവർത്തിച്ച് കാണിച്ച് സമസ്തയുടെ ഉപ്പും ചോറും തിന്നതിനുള്ള നന്ദി അവരിൽ നിന്ന് പ്രകടമായതിന് ശേഷം മാത്രമേ ഇത്തരം ആളുകളൊക്കെ സംഘടനയുടെ സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ആണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങളുടെ പതനം ഈ സമൂഹം കാണുക തന്നെ ചെയ്യും. അള്ളാഹു സൽബുദ്ധി നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.